നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പുതിയ കുറച്ച് ഫംഗ്ഷനുകളുടെ പേരുകളൊക്കെ പഠിച്ചു. ഫംഗ്ഷൻ്റെ എങ്ങനെയാണ് ഫംഗ്ഷൻ ആവുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ പുതിയ പേരുകളും കൂടി പറയുന്നു. 1 ഫംഗ്ഷൻ്റെ പേരാണ് ഇൻജെക്റ്റീവ്, 1 ഫംഗ്ഷൻ്റെ പേരാണ് സബ്ജക്റ്റീവ്. 1 1 ആയാൽ അത് ബൈജക്റ്റീവ് ഫംഗ്ഷനാണ്. ഈ കാര്യങ്ങൾ പറയും. ഇതിൻ്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യ പ്രോബ്ലം കുറിച്ചോളൂ. ആദ്യ പ്രോബ്ലം show that the function 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 f natural number to natural number. Show that the function natural number to natural number given by fx is equal to 2x. fx is equal to 2x. fx is equal to 2x is 1 but not അപ്പോൾ ഇത് ആദ്യ സെറ്റ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പർ നാച്ചുറൽ നമ്പറിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാപ്പ് ചെയ്യുന്നത്. അത് 1 ആണെന്ന് തെളിയിക്കണം, പക്ഷേ 1 അല്ലെന്ന് തെളിയിക്കണം. ഇത് 1 ആണ്, പക്ഷേ 1 അല്ല. നമുക്ക് ആദ്യം നമുക്ക് ആരുടെ കൂടി ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കാം. നാച്ചുറൽ നമ്പർ നാച്ചുറൽ നമ്പർ ശ്രദ്ധിക്കട്ടെ. ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും. നാച്ചുറൽ നമ്പർ 1 2 3 4 5 6 etc. 1 2 3 4 5 6 7 etc. x വാല്യൂസ് ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് x വാല്യൂ എടുക്കുമ്പോഴാണ് y വാല്യൂ. y മീൻസ് fx. അപ്പോൾ ഇവിടെ y എന്നത് 2x ആണ് അല്ലേ. അപ്പോൾ x ന് 1 കൊടുക്കുമ്പോൾ y 2 1 * 2. ഇവിടെ x ന് 2 1 കൊടുക്കും. ഇനി x ന് 2 കൊടുക്കുമ്പോൾ 4, x ന് 3 കൊടുക്കുമ്പോൾ 6, x ന് 4 കൊടുക്കുമ്പോൾ 8. അപ്പോൾ ഈ ഇതിനകത്തുള്ള എല്ലാ ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സും ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ 1 ആണോ 1 ആണ്. ഇനി 1 ആണെന്ന് കണ്ടുപിടിക്കാനുള്ള മറ്റൊരു മാർഗ്ഗം നാച്ചുറൽ നമ്പറിലൊക്കെ ആണെങ്കിൽ നമ്മൾ 1 ആണെന്ന് തെളിയിക്കുന്നത് എങ്ങനെ കിട്ടാൻ കഴിയും. ആദ്യത്തെ സെറ്റിലുള്ള 2 എലമെന്റ്സ് എടുക്കുന്നു, x1 x2. അപ്പോൾ നമ്മൾ f of x1 is equal to f of x2. അപ്പോൾ f of x1 is equal to f of x2 ആണെങ്കിൽ x1 is equal to x2 തെളിയിച്ചാൽ 1 ആണ്. അപ്പോൾ f of x എന്ന് പറയുന്നത് 2x ആണ്. 2x1 is equal to 2x2 which implies 2 to cancel, x1 is equal to x2. അപ്പോൾ f of x1 is equal to f of x2 which implies x1 is equal to x2 which implies f is 1. ഇതാണ് ശരിക്കും നമ്മുടെ വാക്യം. ഗ്രാഫിലൂടെ മനസ്സിലായി. ഇനി O2 ആണ് തെളിയിക്കാൻ നമ്മൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി. അവിടെ ഇതാണ് കോഡമേ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പറാണ്. പക്ഷേ റേഞ്ച് എന്ന് പറയുമ്പോൾ 2 4 കാര്യം y വാല്യൂസ് എല്ലാം ഡബിൾ ആണ്. x ന് ഡബിൾ വാല്യൂ ആണ്. x ന് ഡബിൾ ആണ് വരുന്നത്. അപ്പം 2 4 8 10 അങ്ങനെയുണ്ട്. 1 3 5 ഒന്നിനും ഇതിന്റെ ഇമേജ് ഇല്ല, അല്ലെങ്കിൽ അത് ഒന്നിന്റെ ഇമേജ് ആയിട്ട് വരുന്നില്ല. കാര്യം കോഡമേൻ അല്ലെങ്കിൽ റേഞ്ച് കോഡമേൻ ആവുമ്പോഴേ എന്താ ഓൺടു ആവും. അങ്ങനെയാണ് പഠിച്ചത്. റേഞ്ച് ഓഫ് എഫ് കോഡമേൻ ആണെങ്കിൽ അത് ഓൺടു ആവും. പക്ഷേ ഇവിടെ റേഞ്ച് ഓഫ് കോഡമേൻ ആണോ ഇല്ല. അപ്പോൾ 1 ആണെന്ന് മനസ്സിലായി. സൈഡിൽ പടം കളിച്ചിട്ട് വന്നു 1 ആണെന്ന് മനസ്സിലായി. പക്ഷേ 1 ആണ്, പക്ഷേ 1 ആണെന്ന് 1 അല്ല. ഈ സമയം എഴുതാം. ഇതൊന്ന് കുറിച്ചോളൂ. പടവും സൈഡിൽ കളിച്ചിട്ടുള്ളൂ. Okay, but range of onto to check onto a range of not equal to codomain in reason എഴുതാം. ഒന്ന് വലിയ എലമെന്റ് അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 5 ഏതൊന്നും ഒന്ന് എഴുതാം. ഇതുപോലെ എലമെന്റ് 1 in codomain. ഇത് എലമെന്റ് 1 in codomain. കോഡമേൻ 1 എന്നുള്ള എലമെന്റ്
the element 1 in codomain is not an image of any element is not an image of ഈ 1 ഒന്നിന്റെ ഇമേജ് അല്ല. The element 1 in codomain capital is not an image of any element x in domain അല്ലെങ്കിൽ നോക്കണം നാച്ചുറൽ നമ്പർ ആണ് അല്ലേ. നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ 1 കൊടുക്കുമ്പോൾ ഗ്രാഫ് വരുന്നത് 1 2 2 അടുത്ത 2 വരുമ്പോഴത്തേക്ക് 4 വരും. മനസ്സിലായി? ഇങ്ങനെ നമ്മൾ വരച്ചു പോകും. ഇത് വരച്ചു പോകുമ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് അനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഇടയ്ക്കുള്ള ചില വാല്യൂസ് ബ്രേക്കിംഗ് വരുന്നുണ്ട്. ഇടയ്ക്കുള്ള ചില വാല്യൂസ് ഒന്നില്ല. ഞങ്ങൾ വരയ്ക്കുമ്പോൾ വരച്ചു വരുന്നേ ഉള്ളൂ. ഇടയ്ക്കുള്ള ചില വാല്യൂസ് ഒന്നില്ല, ഗ്രാഫ് ടച്ച് ചെയ്തില്ല. അത് വൈവാലിട്ട് വരുന്നില്ല. ഇപ്പൊ 3 1 ഇതൊന്നും വൈവാലി ടച്ച് ചെയ്തില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? അവിടെ എല്ലാം എന്തായാലും നമ്മൾ എം ടി ആയിട്ടുള്ളതായിരിക്കും. ഇവിടെ നമുക്ക് എം ടി അവിടെ നമുക്ക് 3ന്റെ അടുത്ത് 1ന്റെ അടുത്ത് എം ടി 3ന്റെ അടുത്ത് എം ടി മീൻസ് അത് ഗ്രാഫില്ല. അപ്പൊ അവിടെ ഗ്രാഫില്ല, ടച്ച് ചെയ്യുമ്പോൾ ഗ്രാഫില്ല. മീൻസ് ഇങ്ങോട്ട് അതിന്റെ അക്ഷരമാണ് ഇതൊന്നും ഇല്ല, വൈവാല്യൂസ് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതൊന്നുമില്ല ഇമേജസ്. സോറി, ഇതൊന്നും ഒന്നിന്റെ ഇമേജസ് ആണ് വരുന്നില്ല. ഇവിടെ എക്സ് വൈ ഒന്നിന്റെ ഇമേജ് വരുന്നില്ല. അതുകൊണ്ട് ഇതല്ല 1 2 അല്ല 1 പക്ഷേ 1 മനസ്സിലായത്? കാര്യം ഡിസ്റ്റിങ് എലമെന്റ്സ് എന്ത് തന്നെയാണ്, ഡിസ്റ്റിങ് ഇമേജ് തന്നെയാണ്. രണ്ടാമത്തെ പ്രോബ്ലം show that the function very simple show that the function f such that capital after capital set of real number capital after capital defined as f of x is equal to x square. F of x is equal to x square is neither 1 1 nor 1 2. Neither 1 1 nor 1 2. Udra vayam. Show that the function f is such that capital after capital defined as fx is equal to x square is neither 1 1 nor 1 2. Neither 1 1 nor 1 2. ഇതിൽ കാര്യം പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ശ്രദ്ധിച്ച് നോട്ട് എഴുതിയിരിക്കാൻ പറ്റില്ല. നമ്മുടെ നാച്ചുറൽ നമ്പറിലോട്ടാണെങ്കിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നാച്ചുറൽ നമ്പറിലോട്ടാണെങ്കിൽ നമ്മൾ f of x1 is equal to f of x2 which implies x1 is equal to x2 നമുക്ക് കണ്ടെത്താൻ പറ്റും. ആ മെത്തേഡ് ഉപയോഗിക്കാം. അപ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നാച്ചുറൽ നമ്പർ. ഇനി റിയൽ നമ്പറിലോട്ട് എടുക്കുമ്പോൾ f of x1 is equal to f of x2 എന്നുള്ള ആ വർക്കുകൾ ഉപയോഗിക്കുന്നത് എക്സിന്റെ പവറുകൾ ഈവൻ നമ്പർ വരാൻ പാടില്ല. കാരണം എക്സിന്റെ പവറുകൾ ഈവൻ നമ്പർ വന്നാൽ f of x1 is equal to f of x2 സ്റ്റൈലിൽ എടുത്താൽ നമുക്ക് തെറ്റിപ്പോകും. കാരണം ഇത് റിയൽ നമ്പറാണ്. അപ്പോൾ റിയൽ നമ്പറിനകത്ത് പോസിറ്റീവ് നമ്പർ വരെ നെഗറ്റീവ് നമ്പർ വരും. അപ്പോൾ ഇവിടെ -1 എക്സിന് -1 കൊടുക്കുമ്പോഴും പൈ വാല്യൂ 1 വരും, 1 കൊടുക്കുമ്പോഴും പൈ വാല്യൂ 1 വരും. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സുകളായ -1നും 1നും സെയിം ഇമേജ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് f of x1 is equal to f of x2 സ്റ്റൈൽ ചെയ്തു പോയാൽ നമുക്ക് x1 is equal to x2 എന്ന് കിട്ടും. പക്ഷേ അത് തെറ്റിപ്പോകും, അത് തെറ്റാണ്. അപ്പോൾ നമ്മൾ അവിടെ നമ്മൾ പർട്ടിക്കുലർ ഉപയോഗിക്കുന്നത് ഇങ്ങനെ ചിന്തിക്കുക. റിയൽ നമ്പറിലോട്ടാകുമ്പോൾ ശ്രദ്ധിക്കുക. റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലോട്ടാണ്. അപ്പോൾ ശ്രദ്ധിക്കുക,
ഇവിടെ പോസിറ്റീവ് നമ്പർ വരും നെഗറ്റീവ് നമ്പർ വരും ശരിയല്ലേ പിന്നെ ഡെസിമൽസ് എല്ലാം വരും അതുപോലെ ഇവിടെ പോസിറ്റീവ് നമ്പർ വരും നെഗറ്റീവ് നമ്പർ വരും അപ്പോൾ ഇതിനകത്തുള്ള -1 എടുത്താലും 1 എടുത്താലും -1 കൊടുക്കുക ഇവിടെ x ന് -1 കൊടുക്കുമ്പോൾ f of -1 1 കൊടുക്കുമ്പോൾ f of 1 അപ്പോൾ ഈ ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ് നമുക്ക് സെയിം ആയിട്ട് നമുക്ക് പറയാം here f of -1 is equal to f of 1 is equal to 1 f of -1 എടുത്താലും f of 1 എടുത്താലും മനസ്സിലായി എന്ന് പറഞ്ഞാൽ -1 ഉം 1 ഉം സെയിം ആണ് അപ്പോൾ ഈ ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ് have എഴുതിക്കോളൂ here f of -1 is equal to f of 1 is equal to 1 since distinct elements have same image മനസ്സിലായില്ലേ -1 വരും ആദ്യം നെഗറ്റീവ് കൊണ്ട് വരും പോസിറ്റീവ് കൊണ്ട് വരും രണ്ടിനും നമ്മുടെ x സ്ക്വയർ ആണ് x റൈസ് ടു 4 ആണ് അപ്പോൾ അത് വരും അതേസമയം ഇവിടെ ഓഡ് നമ്പർ x ക്യൂബ് ആണെങ്കിൽ നടക്കില്ല x ക്യൂബ് ആണെങ്കിൽ നമുക്ക് പറയാം f of -1 വരും f of 1 എന്ന് പറയുന്ന കാര്യം 1 ന്റെ ക്യൂബ് 1 ആണ് അപ്പോൾ ഡിഫറൻറ്റ് വരും അവിടെ ഓക്കെ പക്ഷേ ഇവിടെ ഈവൻ നമ്പർ ആണ് പവർ വരുന്നതെങ്കിൽ ഇവിടെ പറഞ്ഞ വർക്ക് പറ്റില്ല അപ്പോൾ നമ്മൾ ഈ സൈഡ് ചിന്തിച്ചോളാം അപ്പോൾ f of നമുക്ക് നെഗറ്റീവ് വാല്യൂ പോസിറ്റീവ് വാല്യൂ കൊടുക്കുമ്പോൾ ഒരേ നമ്പർ റൈസ് ടു 4 വരുമ്പോൾ ഇതുപോലെ ഉണ്ട് റൈസ് ടു 6 വരുമ്പോൾ അതുപോലെ ഉണ്ട് അപ്പോൾ f of -1 is equal to f of 1 is equal to 1 so എന്തുകൊണ്ട് പറയാം സോറി since distinct elements have same image distinct elements in domain capital distinct elements in domain capital have same image in codomain capital അല്ലെങ്കിൽ distinct elements have same image so f is not 1 ഇനി ഇവിടെ ചിന്തിക്കേണ്ടത് ഇവിടെ ഇമേജ് ആയിട്ട് വരുന്ന എല്ലാം ഇവിടെ -1 കൊടുക്കുമ്പോൾ 1 കൊടുക്കുമ്പോൾ 1 ആണ് ഇനി 2 കൊടുക്കുമ്പോൾ -2 കൊടുക്കുമ്പോൾ എല്ലാം 4 ആണ് ഒരു ഇവിടെ സ്ക്വയർ ആയതുകൊണ്ട് ഇവിടെ വരുന്ന സ്ക്വയർ വരുന്നതാണ് ഇവിടെ വരുന്ന വാല്യൂസ് ആണ് അപ്പോൾ സ്ക്വയർ വരുന്ന എല്ലാം പോസിറ്റീവ് വാല്യൂ ആണ് പക്ഷേ ഇവിടെ നെഗറ്റീവ് കൊണ്ട് പോസിറ്റീവ് ഉണ്ട് അപ്പോൾ ഒരു നെഗറ്റീവ് വാല്യൂ പോലും ഒന്നിന്റെ എന്തായിട്ട് വരുന്നില്ല ഇമേജ് ആയിട്ട് വരുന്നില്ല നമുക്ക് പറയാം ഈ എലമെന്റ് -1 ഞങ്ങളുടെ the element -1 in codomain capital the element -1 in codomain capital is not an image of any element the element -1 in codomain capital is not an image of any element x in domain capital എന്ന് പറയുന്ന -1 എന്ന് പറയുന്ന എലമെന്റ് ആ കോഡൊമൈനിലുള്ള -1 എന്ന് പറയുന്ന എലമെന്റ് ആ ഡൊമൈനിലുള്ള ഒരു x വാല്യൂവിന്റെയും അല്ലെങ്കിൽ ഒരു x എലമെന്റിന്റെയും എന്താണ് വരുന്നില്ല ഇമേജ് ആയിട്ട് വരുന്നില്ല the element -1 in codomain capital is not an image of any element x in domain capital so f is not 1 2 hence f is neither 1 nor 1 2 എഴുതിയല്ലോ സിമ്പിൾ ആണ് എഴുതിയല്ലോ കിട്ടിയല്ലോ കിട്ടിയില്ലേ ഓക്കെ ശരി അടുത്ത പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് പ്രോബ്ലം show that the function f ഒരുപാട് തവണ എക്സാമിൽ ചോദിച്ച ചോദ്യമാണ് show that the function f such that capital after capital set of real number and set of real number given by fx is equal to 1 if x greater than 0 in 0 if
x equal to 0 ഇനി -1 if x less than 0. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ പ്രോബ്ലം ആണ്. ഒരുപാട് തവണ എക്സാം ചോദിച്ച പ്രോബ്ലം. ഇത് ഏത് ഫംഗ്ഷൻ ആണെന്നുള്ള ഐഡിയ ഉണ്ടോ? ഏത് ഫംഗ്ഷൻ ആണെന്നുള്ള ഐഡിയ ഉണ്ടോ? ഏത് ഫംഗ്ഷൻ ആണ്? സിഗ്നം ഫംഗ്ഷൻ ആണ്. സിഗ്നം ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാനായിട്ട് നമ്മൾ വർക്കിനുകളൊന്നും വേണ്ട. എക്സിന്റെ വാല്യൂ 0 കൂടുമ്പോൾ റിയൽ നമ്പർ ആണ്. നമ്മൾ നമ്പർ ലൈൻ നോക്കാറുണ്ട്. ഇത് 0 കൂടുമ്പോൾ ഏത് വാല്യൂ എടുത്താലും അവിടെ ബൈ വാല്യൂ ആണ്. അപ്പോൾ ഈ ഡിസ്റ്റിങ്ക്റ്റ് എലിമെന്റ്സുകൾക്കെല്ലാം സെയിം ഇമേജ് ആണ്. ഇനി എക്സിന്റെ വാല്യൂ 0 കുറയുമ്പോൾ -1 ആണ്. അപ്പോൾ ഇങ്ങോട്ടുള്ള ഏത് വാല്യൂ എടുത്താലും എക്സ് വാല്യൂ ഏത് എടുത്താലും അതിന്റെ എല്ലാം ബൈ വാല്യൂ എന്ന് പറയുന്നതാണ്. 0 ആകുമ്പോൾ 0, ഈ 0 ആകുമ്പോൾ 1 അല്ല. ഇങ്ങനെയുള്ള എല്ലാ എക്സ് വാല്യൂന്റെ ബൈ വാല്യൂ സെയിം ആണ്. ഇനി ഇങ്ങോട്ടുള്ള എല്ലാ എക്സ് വാല്യൂന്റെ ബൈ വാല്യൂ എന്താണ്? 0 ആകുമ്പോൾ -1 ഇല്ല. ബാക്കിയുള്ള എല്ലാത്തിനും ബൈ വാല്യൂ -1 ആണ്. സിഗ്നൽ ഫംഗ്ഷന്റെ ഗ്രാഫാണ്. സിഗ്നൽ ഫംഗ്ഷന്റെ ഗ്രാഫാണ് ശരിയല്ലേ? സിഗ്നൽ ഫംഗ്ഷന്റെ ഗ്രാഫ് പറയുമ്പോൾ നമ്മളിപ്പോൾ ഹൊറിസോണ്ടൽ എടുക്കുമ്പോൾ ഹൊറിസോണ്ടൽ എടുത്ത് വരുമ്പോൾ ഹൊറിസോണ്ടൽ എടുത്ത് വരുമ്പോൾ കണ്ട ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സുകൾക്കെല്ലാം സെയിം ഇമേജ് ആണ്. അതുകൊണ്ട് 1 അല്ല. നമുക്ക് എഴുതാം. ഒരു നിമിഷം നോക്കിയിരിക്കാം. ഇപ്പോൾ എക്സിന്റെ വാല്യൂ ഇപ്പോൾ 0 കൊടുക്കുന്നു. എഫ് ഓഫ് എക്സിന് 1 കൊടുക്കുന്നു. അപ്പോൾ എഫ് ഓഫ് 1 എടുത്താലും എഫ് ഓഫ് 2 എടുത്താലും 1 തന്നെ. അപ്പോൾ 1 നും 2 ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ് ഓഫ് ദ സെയിം ഇമേജ്. ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ് ഓഫ് ദ സെയിം ഇമേജ് എന്ന് പറയുമ്പോൾ ഈ ഫംഗ്ഷൻ അല്ല 1 അല്ല. ഈ ഫംഗ്ഷൻ എഴുതുക. എഫ് ഓഫ് 1 is equal to f of 1 2 തന്നെ എടുക്കുന്നില്ല. വേറെ ഏത് വാല്യൂ എടുക്കാം. എക്സ് വാല്യൂ ഇപ്പോൾ എഫ് ഓഫ് -1 എഫ് ഓഫ് -2 എഫ് ഓഫ് -1 എഫ് ഓഫ് -2 എടുക്കുമ്പോൾ -1 തന്നെ ഉണ്ട്. എഫ് ഓഫ് -1/2 എഫ് ഓഫ് -3/2 അപ്പോൾ -1 തന്നെ. ഞാൻ എല്ലാം നെഗറ്റീവ്സ് അങ്ങോട്ടെല്ലാം പോസിറ്റീവ്സ് എഴുതി. എഫ് ഓഫ് 1 is equal to f of 2 is equal to 1. Since distinct elements in same image. Distinct elements have same image. Distinct elements have same image. So f is not 1. ഇനി ഒരു കാര്യം ചിന്തിക്കുക. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട് സിഗ്നൽ ഫംഗ്ഷൻ ആണ്. സിഗ്നൽ ഫംഗ്ഷൻ ആണ് റേഞ്ച് എന്ന് പറയുന്നത്. റേഞ്ച് ഇവിടെ റേഞ്ച് നോക്കിയാണ്. റേഞ്ചായിട്ട് വരുന്ന ബൈ വാല്യൂസ് മാത്രമേ ഉള്ളൂ. -1 0 പക്ഷെ കോഡോമൈൻ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ആണ്. അപ്പോൾ റേഞ്ച് എന്തല്ല കോഡോമൈൻ. അപ്പോൾ റേഞ്ച് ഓഫ് എഫ് നോട്ട് ഈക്വൽ ടു കോഡോമൈൻ. ശരിയല്ലേ? റേഞ്ച് എന്തല്ല കോഡോമൈൻ എന്ന് പറഞ്ഞാൽ ബൈ വാല്യൂ ആയിട്ട് വരുന്ന ഒന്നുകിൽ 1 അല്ലെങ്കിൽ 0 അല്ലെങ്കിൽ -1. ഇങ്ങോട്ടൊക്കെ ബൈ വാല്യൂ ഇല്ല. അതൊന്നും ഒന്നിന്റെ എന്തല്ല ഇമേജ് അല്ല. ആ ബൈ വാല്യൂകളൊന്നും ഒന്നിന്റെ ഇമേജ് അല്ല. അതുകൊണ്ട് കാര്യം എല്ലാ ബൈ വാല്യൂകളും ഇമേജ് ആയിട്ട് വന്നെങ്കിൽ അല്ലെങ്കിൽ റേഞ്ച് കോഡോമൈൻ ആയെങ്കിൽ മാത്രമേ എന്താവത്തുള്ളൂ 1 to ആവും. റേഞ്ച് ഓഫ് എഫ് നോട്ട് ഈക്വൽ ടു കോഡോമൈൻ ആണ്. കാര്യം റേഞ്ച് എന്ന് പറയുന്നത് -1 0 ആണ്. ഇതാണ് ബൈ വാല്യൂസ്. അപ്പോൾ -1 0 കൊണ്ടുപോകുന്ന റേഞ്ച്. പക്ഷേ കോഡോമൈൻ എന്ന് പറയുന്നത് 6 ആണ്. ക്യാപിറ്റൽ. അപ്പോൾ റേഞ്ച് എന്തല്ല കോഡോമൈൻ. അപ്പോൾ എഫ് ഈസ് നോട്ട് ഈക്വൽ ടു. അപ്പോൾ നമ്മൾ ആൻസർ എഴുതിയുള്ളൂ. എഫ് ഓഫ് 1 is equal to f of 2 is equal to 1. ശരിയല്ലേ? എഫ് ഓഫ് 1 എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 0 കൂടുമ്പോൾ കൂടി ഏത് വാല്യൂ എടുത്താലും 1/2 എടുത്താലും 3/2 ഏത് എടുത്താലും അവിടെ ബൈ വാല്യൂ സെയിം ആണ്. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ് ആർ സെയിം ഇമേജ്. സോ എഫ് ഈസ് നോട്ട് 1. ഇനി അടുത്ത റേഞ്ച് എന്ന് നമുക്കറിയാം -1 0 റേഞ്ച് -1 0 ഇതാണ് റേഞ്ച്. പക്ഷേ റേഞ്ച് എഫ് എന്ന് പറയുന്നതല്ല കോഡോമൈൻ എന്ന് പറയുന്നത് 6 ആണ്. റേഞ്ച് എഫ് നോട്ട് ഈക്വൽ ടു 1. സോ എഫ് ഈസ് നോട്ട് 1. hence f is neither 1 nor 2. Neither 1 nor 2. ഈ ഡീറ്റെയിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലമാണ്. അടുത്ത പ്രോബ്ലം ഒരു സിമ്പിൾ ആയ പ്രോബ്ലം നമുക്ക് ചർച്ച ചെയ്യാം. Let a capital A is equal to
set 1 2 3. Then a capital A is equal to set 1 2 3. Then a capital A is equal to set 1 2 3. 1 2 3. Comma capital B is equal to 4 5 6 7. Capital B is equal to set 4 5 6 7. 4 5 6 7. And let F is equal to set a function for 1 4 1 4 2 6 1 4 2 2 6 2 5 2 5 3 6. Not a function. Is a function. Be a function from capital A to capital B. Be a function from capital A to capital B. Be a function. B is some other root form. Be a function from capital A to capital B. Show that F is 1 1. F is 1 1. Show that F is 1. What is simple question? Function unique image. Distinct elements distinct image. But distinct elements distinct image. You want to range and F is function function. Or arrow diagram A 1 2 3 4 5 6 6 distinct elements distinct image. Function. From the arrow diagram, we have distinct elements in A has distinct elements in A distinct elements in A has distinct images in B. So F is 1 1. ഇനി want to പറഞ്ഞിട്ടില്ലെങ്കിൽ want to കുറിച്ച് ചിന്തിക്കാം. want to എന്ന് പറയുമ്പോൾ ഇവിടെ range F എന്ന് പറയുന്നത് 4 5 6. പക്ഷേ കോഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? കോഡൊമൈൻ മീൻസ് B 4 5 6 7 അല്ലേ? അപ്പോൾ range F കോഡൊമൈൻ ആണെങ്കിൽ want to range F എന്നല്ല കോഡൊമൈൻ അല്ല. അപ്പോൾ range F not equal to codomain like D. So F is not 1 2. നമുക്ക് പറയാം എന്ത് പറയാം? അവസാനമായി കൺക്ലൂഡ് ചെയ്യാം. F is 1 1 but not 1 2. F is 1 1 but not 1 2. നല്ല ക്വസ്റ്റ്യനാണ്. ഒരു സ്കോർ ചോദിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ഒരുപാട് ചോദിച്ച ചോദ്യമാണ്. Let F such that natural number to natural number, set of natural number to set of natural number be defined by f of n is equal to n plus 1 by 2 if n is odd.
അടുത്ത n by 2 if n is even. If n is even. For all n belongs to capital. 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 State whether the function f is bijective. Justify your answer. 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 Justify. അപ്പോൾ ഇത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്നത് നാച്ചുറൽ നമ്പറാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആ ഫംഗ്ഷന് ആ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷനെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കണ്ടീഷൻ n ഓഡ് നമ്പർ ആണെങ്കിൽ ഇങ്ങനെ എടുക്കും, y ഇങ്ങനെ വരും. n ഈവൻ നമ്പർ ആണെങ്കിൽ ഇങ്ങനെ. അപ്പോൾ നമ്മൾ നാച്ചുറൽ നമ്പർ നോട്ടാണ് ഫംഗ്ഷൻ. അപ്പോൾ നാച്ചുറൽ നമ്പർ പറയുമ്പോൾ 1 2 3 4 5 6 1 2 3 4 5 6 അങ്ങനെ പോകും എക്സെട്ര. അപ്പം 1 എന്നുള്ള ഓഡ് നമ്പർ ആണെങ്കിൽ 1 ഓഡ് നമ്പർ 1 എടുക്കുകയാണെങ്കിൽ y കണ്ടെത്തേണ്ട രീതി വെച്ചിട്ടാണ്. ഇനി ഈവൻ നമ്പർ 2 4 6 എടുക്കുകയാണെങ്കിൽ ഇതാണ്. ആ കണ്ടീഷൻ വെച്ചുകൊണ്ട് y മാപ്പ് ചെയ്യാം. പറയുന്നത് മനസ്സിലാവുന്നത്? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണോ എന്ന് ജസ്റ്റ് എന്ന് വെരിഫൈ ചെയ്യാൻ പറഞ്ഞാൽ ജസ്റ്റിഫൈ യുവർ ആൻസർ. ബൈജക്റ്റീവ് എന്ന് പറയുമ്പോൾ അറിയാം ഒരു ഫംഗ്ഷൻ 1 1 1 2 ആവുകയാണെങ്കിൽ ബോത്ത് 1 1 ആൻഡ് 1 2 അപ്പോഴാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. രണ്ടും ഒരേപോലെ വന്നെങ്കിൽ മാത്രമേ ബൈജക്റ്റീവ് ആവൂ. ഏതെങ്കിലും ഒരെണ്ണം ഫെയിൽ ആയാൽ ബൈജക്റ്റീവ് അല്ല. ഇപ്പോൾ 1 എന്നുള്ള എലമെന്റ് n 1 എടുക്കുന്നു. അപ്പോൾ 1 എന്നുള്ള ഓഡ് നമ്പർ 1 കൊടുത്താൽ ഇവിടെ 1 വരും. അപ്പോൾ 1 + 1 2 2 by 2 എന്നുള്ള 1 ന് 1 ആയി. ഇനി 2 എന്നുള്ള ഈവൻ നമ്പറാണ്. അപ്പോൾ ഈ ഈവൻ നമ്പർ 2 എടുക്കുകയാണെങ്കിൽ ഇതാണ് കൊടുക്കുന്നത്. അപ്പോൾ 2 ഇവിടെ 2 2 2 വന്നു. അപ്പോൾ 2 ന്റെ ഇമേജ് വന്നു. അപ്പോൾ n ന് 1 കൊടുത്തപ്പോഴും 2 കൊടുത്തപ്പോഴും സെയിം ഇമേജ് വന്നു. ഈ ബാക്കിയുള്ള ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബട്ട് ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ് ഓഫ് സെയിം ഇമേജ് വന്നു. ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ് ഓഫ് സെയിം ഇമേജ് വന്നതുകൊണ്ട് ഇത് 1 1 അല്ല. ഇനി 1 1 അല്ലെങ്കിൽ പിന്നെ 1 2 നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് ബൈജക്റ്റീവ് അല്ല, നോട്ട് ബൈജക്ഷൻ. അപ്പോൾ നമുക്ക് പറയാം ഹിയർ f of അല്ലെങ്കിൽ ഹിയർ n is equal to 1 ഓഡ്. അപ്പോൾ f of 1 1 + 1 by 2 that means 2 by 2 1. അടുത്ത n is equal to 2 ഈവൻ നമ്പർ ഉണ്ട്. അപ്പോൾ f of 2 എന്ന് പറയുമ്പോൾ ഇതാണ് 2 by 2 that means 1. അപ്പോൾ f of 1 f of 2 സെയിം ആണ്. നമുക്ക് പറയാം f of 1 is equal to f of 2 is equal to 1. ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ് ഓഫ് സെയിം ഇമേജ് വന്നു. അതുകൊണ്ട് ഫംഗ്ഷൻ അല്ല 1 1 അല്ല. 1 1 അല്ലെങ്കിൽ പിന്നെ ഓർത്ത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യത്തെ കേസ് തന്നെ പൊളിഞ്ഞു പോയി. അപ്പോൾ നമുക്ക് പറയാം ഫംഗ്ഷൻ ഈസ് നോട്ട് ബൈജക്റ്റീവ്. സൈഡിലൂടെ ഇതുകൊണ്ട് ഹാൻഡ് ലൈനിലൂടെ വരച്ചിട്ട് എഴുതുക. ഇവിടെ എഴുതുന്ന കൺക്ലൂഡ് ചെയ്ത് ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ് 1 and 2 അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ് ഹാവ് സെയിം ഇമേജ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ് 1 and 2 ഹാവ് സെയിം ഇമേജ് 1. സോ f is not 1 1. f is not 1 1 ആയത് നമുക്ക് പറയാം which implies f is not bijection. Bijective. ക്ലാസ് അവസാനിച്ചു. ഇന്ന് പഠിപ്പിച്ച പ്രോബ്ലംസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം പബ്ലിക് എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം ചെയ്ത് പഠിച്ചോണം. കാരണം ചോദ്യങ്ങൾ വന്നു വിട്ടു, ആൻസർ എല്ലാം സിമ്പിളാണ്. ആ കൺസെപ്റ്റാണ് മനസ്സിൽ വരുന്നത്. കൺസെപ്റ്റ് വെച്ച് നമ്മൾ ചെയ്യും. ഉണ്ടല്ലോ? ഓക്കെ, ശരി. ക്ലാസ് അവസാനിച്ചു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കമൻറ്റ് ചെയ്യണം. സാധനം ഇവിടെ ഇൻഫോ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യാം.